എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും ദൈവമാതാവിനും അമ്മ മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. 2026 ജനുവരി 6-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 2019 എൻ്റെ അനിയൻ ഉടമ്പടി എടുത്തിരുന്നു. അതിൽ 6 നിയോഗങ്ങളിൽ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നത് എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്നുള്ളതായിരുന്നു. ഞാൻ ഡിഗ്രിയോടൊപ്പം പല കോമ്പറ്റേറ്റീവ് എക്സാംസും എഴുതിയിരുന്നു. പല റാങ്ക് ലിസ്റ്റുകളിലും ഞാൻ ലിസ്റ്റിൽ വന്നിരുന്നു. അത് പക്ഷേ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ കൊറോണ ടൈമായി, ലോക്ക്ഡൗൺ ആയി. പിന്നീട് എഴുതുന്ന പരീക്ഷയിൽ നല്ല കോമ്പറ്റേറ്റീവ് മൈൻഡായിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. നല്ല കോമ്പറ്റീഷനായി. അത്രയും നാൾ ഞാൻ വിശ്വസിച്ചത് എൻ്റെ പ്രയത്നത്തിലായിരുന്നു. ഞാൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരും എന്നൊക്കെയായിരുന്നു. പിന്നീട് ഞാൻ PGക്ക് ജോയിൻ ചെയ്തതിനോടൊപ്പം പരീക്ഷകൾ എഴുതുമ്പോൾ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റാത്ത സാഹചര്യമായി. അതിനുശേഷം ഞാൻ കൂടുതൽ അനിയൻ്റെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഉടമ്പടിയോട് ചേർന്ന് ഉടമ്പടി ധ്യാനത്തിലും ഒക്കെ ഞാൻ പങ്കെടുത്തു. അങ്ങനെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാൻ നേരത്ത് ഞാൻ മനസ്സിലാക്കിയത്, പരീക്ഷകളിൽ പോകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം പലർക്കും അനുഭവപ്പെട്ടു. ഈവൻ അതിൻ്റെ ആൻസർ കീ പോലും അമ്മ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ ഉള്ളിൽ പറഞ്ഞു, അത്രയും അനുഭവമൊക്കെ കിട്ടണമെങ്കിൽ അത്രമാത്രം വിശുദ്ധി ഉണ്ടാകണം. ഞാൻ ആ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി സാക്ഷിയാക്കി മാറ്റണേ എന്നും പ്രാർത്ഥിച്ചു. ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ എന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ബാങ്ക് എക്സാം എഴുതി. ഞാൻ പല പ്രാവശ്യം ബാങ്ക് എക്സാം എഴുതിയിട്ടുണ്ട്. സാധാരണ ഒരു മീഡിയം ലെവലിൽ എനിക്ക് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനപ്പോൾ അനിയൻ എൻ്റെ കാശ് രൂപം തന്നുവിട്ടു. അതും പ്രാർത്ഥിച്ചുകൊണ്ടാണ് തന്നുവിട്ടത്. ആ സമയത്ത് ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത്, പക്ഷേ അതിന് ഓപ്പോസിറ്റാണ് നടന്നത്. പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ ഇതുവരെ ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം കണ്ടിട്ടില്ല. അത്രയും ടഫ്. എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എക്സാമിന് പോയിട്ട് ആ കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഞാൻ നോക്കുമ്പോൾ സൈഡിൽ കൂടി ടൈമർ പോകുന്നുണ്ട്. ഇപ്പോൾ ഷട്ട് ഡൗൺ ആ ഒരു അവസ്ഥയിലെത്തി. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് എനിക്കുള്ളൂ ഓരോ സെക്ഷനിലും. അങ്ങനെ നിന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്, എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ കാശ് രൂപമുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയത് കാനായിലെ അത്ഭുതമാണ്. അതിന് നമ്മൾ എന്താണോ മാനുഷികമായിട്ട് കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. ബാക്കി ചെയ്യേണ്ടത് ദൈവമാണ്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ അനിയനോടൊപ്പം ഉടമ്പടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുക. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് പ്രീവിയസ് ഇയറിലെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫാണ്. ആ കട്ട് ഓഫിന് അത്രയും ഉള്ളൊരു ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യുക. ബാക്കി അമ്മ നോക്കിക്കോളൂ എന്നാണ് മനസ്സിൽ തോന്നിയത്. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തു. അതിന് ഫലമായിട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അത് വലിയൊരു അനുഭവമായിട്ട് എനിക്കപ്പോൾ തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അമ്മ കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ PG പഠനത്തോടൊപ്പം ഒരു റെയിൽവേ എക്സാം എഴുതി. പക്ഷേ ആ റെയിൽവേക്ക് അന്ന് അപ്ലൈ ചെയ്തതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ഇമെയിലിൽ നിങ്ങളുടെ ഇന്ന ദിവസം നിങ്ങളുടെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓർത്തു, അന്ന് ആ PG പഠിക്കുന്നതിനോടൊപ്പം ആയതുകൊണ്ട് ലാബും റെക്കോർഡൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പാസ്സാകുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. കാരണം ഞാൻ പഠിക്കുന്നില്ല. ആ സമയത്തൊന്നും ഞാൻ പഠിക്കുന്നില്ല. കാരണം PGയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ആ തിരക്കായതുകൊണ്ട്, റെക്കോർഡും ലാബൊക്കെ ആയിട്ട് ആ തിരക്കായതുകൊണ്ട് ഞാൻ അധികം പഠിക്കുന്നില്ല. കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷേ അനിയൻ്റെ ആ വിശ്വാസമാണ് എന്നെ അതിശയപ്പെടുത്തിയത്. കാരണം ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുള്ളൊരു നിയോഗം ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നുള്ളതാണ് ചേച്ചിക്ക്. അതുകൊണ്ട് എന്തായാലും കിട്ടും. അങ്ങനെ വീട്ടിലുള്ള അച്ഛനും അമ്മയും പറഞ്ഞു, അപ്പോൾ എന്തായാലും എക്സാം എഴുത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു അവസ്ഥയാണ്. പക്ഷേ കാശ് രൂപമായിട്ടാണ് ഞാൻ പോയത്. ഒരു ധൈര്യമുണ്ടായിരുന്നു, എന്തോ ഒരു ധൈര്യം. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വല്ലാത്തൊരു ധൈര്യം ആ കാശ് രൂപം പിടിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി തിരിച്ചു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കീ വന്നു. ആൻസർ കീ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു സാധാരണ ബാക്കിയുള്ളവരെല്ലാം പറയുന്ന അനുസരിച്ച് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ കയറാതെ ഇരിക്കാമെന്ന് തോന്നി. അപ്പോഴും എനിക്കൊരു ഡൗട്ടായി, എനിക്ക് സാക്ഷ്യം പറയണം. അപ്പോൾ ഇത് ഉടമ്പടി വഴി ലഭിച്ചതാണോ എന്ന് എന്നെ ഒന്ന് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അമ്മ എന്തായാലും ഞാൻ പറയുന്നൊരു മാർക്ക് കയറുമെന്ന് തീരുമാനിച്ചു. എനിക്ക് ആ സമയത്ത് ഞാൻ ആൻസർ കീ നോക്കിയ സമയത്തേക്കാൾ അതിനുശേഷം ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. സാധാരണ നോർമലൈസേഷനുള്ള നോർമൽ മാർക്ക് റേഞ്ചിനേക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു.
ആ മാർക്ക് എനിക്ക് കിട്ടണം, ഇത്ര മാർക്കാണ് എനിക്ക് വേണ്ടത്, ആ മാർക്ക് ടോട്ടൽ സ്കോർ വരുന്ന സമയത്ത് എനിക്ക് കിട്ടുവാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഉടമ്പടി വഴിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ സ്കോർ വന്നപ്പോൾ ഞാൻ എന്ത് മാർക്കാണോ അമ്മയോട് ആവശ്യപ്പെട്ടത് അത് കറക്റ്റ് ആ സ്കോർ തന്നെ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ റെയിൽവേയിൽ എനിക്ക് ജോലി ലഭിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേത്, എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിന് ഒരു ചെറിയ ലോൺ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അത് വീട്ടേണ്ടതെന്ന് ആ ഒരു വഴി ഞങ്ങൾക്ക് തെളിഞ്ഞിരുന്നില്ല. അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതിന് ഫലമായിട്ട് ആ ലോൺ അതിന് മാറ്റാനുള്ള, ലോൺ അടച്ചു തീർക്കാനുള്ളൊരു വഴി അമ്മ തുറന്ന് നൽകി. എൻ്റെ ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യം കുറച്ച് താമസിച്ചു പോയി. അതിനാദ്യമായി അമ്മയോട് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം ഇത്ര വലിയ ഒരു അനുഭവം തന്നതിന്, ആ ഒരു ദൈവ അനുഭവത്തിൽ എന്നെ നയിച്ചതിനും ഉടമ്പടി സാക്ഷിയാക്കി മാറ്റിയതിനും അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി പറഞ്ഞു. ആത്മീയ ജീവിതമായിട്ട് അമ്മയോട് കൂടുതൽ അടുക്കാനായിട്ട്, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതൽ അടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി, അതായത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ അവിടെ വഴിയോരത്തിരിക്കുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും ഉടമ്പടി എടുത്ത അന്ന് മുതൽ കുടുംബത്തിനായാലും എനിക്കായാലും ഓരോരുത്തർക്കായാലും ഒരു പ്രത്യേക സംരക്ഷണവും ദൈവ അനുഗ്രഹവും ദൈവ സ്നേഹവും ലഭിക്കാൻ തുടങ്ങി. അമ്മയോടും ഈശോയോടും ഒരു പേഴ്സണൽ ടൈം കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയം സ്വന്തമായിട്ട് മാറ്റിവെക്കാൻ തുടങ്ങി. ഒരു ചെറിയ സമയം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു മൊബൈൽ നോക്കുന്നതിന് പകരം ജപമാല എടുത്തൊരു ജപമാല ചൊല്ലാൻ, അങ്ങനെ ഒരു പ്രത്യേക സ്നേഹം ലഭിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന വിധം രോഗികൾക്കൊക്കെ അവരോട് അനുകമ്പ തോന്നാനും അവരെ എന്നെക്കൊണ്ടാവുന്ന വിധം സഹായിക്കാനൊക്കെ തോന്നി. അത് ഒരു കടമയുടെ, ഒരു ഡ്യൂട്ടിയായിട്ട് ചെയ്യാതെ അതൊരു പെട്ടെന്ന് തന്നെ ഒരു ഉള്ളിൽ അറിയാതെ ഒരു അനുകമ്പയും സ്നേഹവും ആഴത്തിൽ കൂടാനായിട്ട് ഉടമ്പടി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ പോകും, എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന നയിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. എനിക്കും കുടുംബത്തിന് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ, ഞാൻ ഇപ്പോൾ ഇതിൽ പറയാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞോളൂ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 24-ാം തിരുവചനം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അലീന എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ ശക്തമായി തന്നെ ഈ മകൾ അൾത്താരയിൽ ഏറ്റുപറയുകയായിരുന്നു. ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും താൻ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഈ മകൾ കയറി വരുമ്പോൾ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് മകൾ പറഞ്ഞത്. നമ്മുടെ ആശങ്കകളിൽ, നമ്മുടെ നെടുവീർപ്പുകളിലെല്ലാം പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് വചനങ്ങളിൽ നാം വായിച്ചെടുക്കുന്നുണ്ട്. അലീനയുടെ ഈ സാക്ഷ്യം ഒരു PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റെയിൽവേ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം, ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു. തൻ്റെ തന്നെ മെറിറ്റിൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഈ മകൾ എപ്പോഴും ഞാൻ പഠിക്കുന്ന വ്യക്തിയാണല്ലോ, എനിക്കിത് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ എന്നെല്ലാം സ്വയം ഒരു അഭിമാനിച്ചിരുന്ന മകളാണ്. പക്ഷേ തൻ്റെ കൈവിട്ടു പോയ ഒരവസ്ഥ വന്നപ്പോൾ സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഡൽഹിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. ആ മകന് ഉറപ്പുണ്ട് ഉടമ്പടി എന്താണെന്ന്. നമ്മൾ ഓരോരുത്തർ ഉടമ്പടി ചെയ്തവരോട് ചോദിച്ചാൽ 3-4 പുതുക്കി കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു നിർവചനം വരുന്നതാണ് എന്താണ് ഉടമ്പടി എന്ന്. ഈശോയെ സ്നേഹിക്കുന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നത്, ജീവിത രീതിയാകുന്നത്, കാരുണ്യ പ്രവൃത്തികളിലേക്ക് ആക്കം നൽകുന്നത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഓരോരുത്തർക്കും ഈശോയോടുള്ള ഇൻറ്റിമസി, ഇതൊരു മതമല്ല, ഇതൊരു റിലേഷൻഷിപ്പാണെന്ന് എല്ലാം പറയാനുള്ള തങ്ങളുടേതായ നിർവചനങ്ങൾ ഇന്ന് ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും പറയുകയാണ്. ഇന്ന് അലീനയ്ക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സഹോദരൻ ഉടമ്പടിയെടുത്ത് അവൻ്റെ ജീവിത രീതി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഉടമ്പടി പെട്ടെന്ന് ആളിക്കത്തുന്നതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ, പരിഹാരങ്ങൾ വളരെ ഉടൻ പരിഹാരമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായത് ഉടമ്പടി എടുത്തപ്പോഴാണ്. ഈ അടുത്ത മാസങ്ങളിലാണ്, ജനുവരിയിലാണ് ഉടമ്പടി എടുത്തതെങ്കിലും കുടുംബത്തിലുള്ള ആ ഉടമ്പടിയുടെ അനക്കങ്ങളും ഉടമ്പടിയുടെ ചലനങ്ങളും ആധ്യാത്മിക ഉണർവുകളും എല്ലാം ഇന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു സാധാരണ ആവറേജ് ക്രിസ്ത്യാനിറ്റിയുടെ ജീവിതത്തിൽ നിന്ന് വളരെ ഉയർന്ന ഒരു ലെവലാണ്, നിലവാരമാണ് എന്ന് ഈ മകൾക്ക് മനസ്സിലായി.
ഈ മകൾ എപ്പോഴും സംശയിച്ചുകൊണ്ടിരുന്നു, ഇത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം എനിക്ക് ഈശോ നൽകിയതാണോ എന്ന്. എൻ്റെ റെയിൽവേ കോമ്പറ്റീറ്റീവ് എക്സാമിൽ എനിക്ക് ലഭിച്ചത് ഉടമ്പടിയിലാണെന്നുള്ള എൻ്റെ ഉറപ്പ് നൽകണമെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ ഞാനൊരു നോർമൽ റേഞ്ചിനേക്കാൾ എനിക്ക് എബവ് ആവറേജ് മാർക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമെന്നുള്ളൊരു കണ്ടീഷൻ പരിശുദ്ധ അമ്മയോട് ഈ മകൾ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ മകൾ പറഞ്ഞ അതേ സ്കോർ തന്നെ ഈ മകൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് നൽകുകയും ഇന്നൊരു റെയിൽവേ ജോലി നൽകി ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിങ്ങളെൻ്റെ നാമത്തിൽ എന്തു തന്നെ പിതാവിനോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകും. ഈശോയുടെ നാമമാണ് നമുക്ക് ഏറ്റവും മധുരമുള്ള നാമം. ഈശോയുടെ നാമത്തിൽ എന്തു തന്നെ ചോദിച്ചാലും ഈശോ നമുക്ക് നൽകും. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈ ദിവസങ്ങളിലെ ഇന്നത്തെ സുവിശേഷത്തിലായാലും നാം കേൾക്കുന്നുണ്ട്, അന്ധനായ വ്യക്തിയോട് പറയുന്നു, അവൻ പറയുന്നത് നീ സിലോഹ കുളത്തിൽ പോയി നീ കണ്ണ് കഴുകുക. അപ്പോൾ അവൻ അതുപോലെ പോയി ചെയ്യുന്നത് കൊണ്ടാണ്. മറ്റു കുളങ്ങളില്ലാഞ്ഞിട്ടാണോ, പൈപ്പിൽ വെള്ളമില്ലാഞ്ഞിട്ടാണോ, എൻ്റെ കിണറ്റിൽ വെള്ളമില്ലാഞ്ഞിട്ടാണോ എന്നുള്ള യുക്തിവാദങ്ങളിലേക്കൊന്നും നാം പോകാതെ അവൻ പറയുന്നത് പോലെ കൃത്യമായി അയക്കപ്പെട്ടവൻ്റെ രൂപത്തിൽ നാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പ്രത്യക്ഷത്തിൽ വളരെ കത്തി നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അലീനയ്ക്ക് ഇനിയും ദൈവാനുഭവം ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, പരീക്ഷകളിൽ കഷ്ടപ്പെടുന്നവരെ, പഠനവും പരീക്ഷയുമായി നടക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.